യൂട്യൂബിൽ ഇന്നലെ പൂമ്പാറ്റകളെ പൊക്കി അടിച്ചുകൊണ്ടുള്ള വീഡിയോസ് മാത്രമാണ് കണ്ടത്. അത്രയ്ക്ക് പൊക്കാനും മാത്രമുള്ള കാര്യമാണ് ഇവർ ചെയ്തത്. പ്രേക്ഷകരൊക്കെ ഈ ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് മറിയുന്ന ആളുകളാണോ? ആദില നൂറയൊക്കെ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം മുതലാക്കി അവരുടെ ഒരു പേഴ്സണൽ റിവെഞ്ച് അങ്ങ് തീർത്തു. അതിൽ കവിഞ്ഞ് അവരവിടെ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതൊന്നും അല്ല ഇത്. പക്ഷെ വന്ന് വീണ അവസരം അവർക്ക് വേണ്ടി ഉപയോഗിച്ചു. അതിനുള്ള ബുദ്ധി അവർ കാണിച്ചു. ഇവരെന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ പൊക്കി അടിക്കാൻ നിൽക്കും ആളുകൾ. എന്ത് തറ ഗെയിമാണ് ഇവർ കളിച്ചതെന്നൊന്ന് ഓർത്ത് നോക്കിയേ. ആണാണെങ്കിൽ ഇറങ്ങിപ്പോ, നട്ടലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ, ഇങ്ങനെയുള്ള വെല്ലുവിളികളാണ്. ഇത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ജെൻഡർ കാർഡ് ഇറക്കുന്ന പെണ്ണുങ്ങളുടെ പോർവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ബിഗ് ബോസ് പോലുള്ള സ്പേസിൽ യാതൊരു കഴിവുമില്ലാത്ത രണ്ട് പെണ്ണുങ്ങളുടെ ലെവലിൽ കളിക്കുന്നവരായിട്ട് മാത്രമേ ഇവരെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവർ ലെസ്ബിയൻസ് അല്ലേ? ആളുകളുടെ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നത് അത് ഏത് രീതിയിലായാലും, ഗെയിമിലായാലും പുറത്തായാലും ശുദ്ധ പോക്രിത്തരാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തു വന്ന ഇവർ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് ഒരാളെ പുറത്താക്കുന്നത് അത്ര വലിയ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമല്ല. ഭയങ്കര ചീപ്പ് ഗെയിമല്ലേ ഇവർ കളിക്കുന്നത്. ഇവർ ജെൻഡർ മൈനോറിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ച് ബുദ്ധിമുട്ടിയൊക്കെ വന്നതിന്റെ സാഡ് സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ ഇവർക്കൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. കാരണം ഇവർ ഈ ഷോയിൽ വന്നിട്ടുള്ളത് ഇവരുടെ ഐഡന്റിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. ഒന്ന് ഓർത്ത് നോക്കി, ഇവരുടെ ഈ ഒരു ഐഡന്റിറ്റി കാരണമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറിയത് തന്നെ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലൂടെ വന്നവരാണ് ഇവർ, അല്ലല്ലോ. സോ ഇവർ ഈ കളിച്ച ഗെയിം നമ്മളെപ്പോലുള്ളവർ മനസ്സിലാക്കിയാൽ ഇതൊരു ചീപ്പ് ഗെയിമാണെന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്നും വ്യക്തമായിട്ട് മനസ്സിലാവും.